ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ക്രയോണും പെൻസിലും ഒക്കെ എടുത്തിട്ട് നമ്മുടെ ചുമരിൽ ഇതേപോലൊക്കെ വരച്ച് വൃത്തികേടാക്കാറുണ്ട്. അപ്പോൾ നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കാനുള്ള ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പെന്ന് വെച്ചിട്ടും ക്രയോൺ വെച്ചിട്ടും അതേപോലെ തന്നെ കളർ പെൻസിൽ അതേപോലെ തന്നെ സ്കെച്ച് പെന്നൊക്കെ വെച്ചിട്ട് നമുക്ക് വരച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഈ ഒരു രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ചുമര് എളുപ്പത്തിൽ ക്ലീൻ ആക്കുന്നത് നോക്കാം. അതേപോലെ തന്നെ നമുക്ക് ചുമരൊക്കെ വൃത്തികേടായിട്ടുണ്ടെങ്കിൽ ചളിയൊക്കെ പുരണ്ട് വൃത്തികേടായിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഇടുന്ന ഭാഗത്തൊക്കെ കൈ തട്ടിയിട്ട് അവിടെ അഴുക്കാകാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ ചുമരൊക്കെ ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറുനാരങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെ നീരൊന്ന് ഈ ഒരു പാത്രത്തിലേക്ക് ആക്കിയെടുക്കണം. ഇനി ഇതിൻ്റെ കുരുകളൊക്കെ നമുക്കൊന്ന് എടുത്തു മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 സ്പൂണ് വിം ലിക്വിഡാണ്. ഈ ഒരു വിം ലിക്വിഡും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോൾഗേറ്റ് ആണ്, വൈറ്റ് കോൾഗേറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 2 സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 സ്പൂണ് കോൾഗേറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പം നന്നായിട്ട് പതഞ്ഞ് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ഏരിയ ക്ലീൻ ചെയ്യാനുണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലീൻ ചെയ്യാനുള്ള പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതേപോലെ ടൂത്ത് ബ്രഷും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ വരയ്ക്കുന്നത് സ്കെച്ച് പെന്ന് വെച്ചിട്ടാണ്. അതേപോലെ തന്നെ അടുത്തത് വരയ്ക്കുന്നത് കളർ പെൻസിൽ വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഇവിടെ വരയ്ക്കുന്നത് പെൻസിൽ വെച്ചിട്ടാണ്. പിന്നെ അടുത്തതായിട്ട് വരയ്ക്കുന്നത് നമ്മുടെ പെന്ന് വെച്ചിട്ടാണ്. ഇനി അടുത്തത് വരയ്ക്കുന്നത് ക്രയോൺ വെച്ചിട്ടാണ്. ഇനി ഇതെല്ലാം നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് പോക്കുന്നത് നോക്കാം. അപ്പോൾ ടൂത്ത് ബ്രഷിൽ ആ ഒരു പേസ്റ്റ് ആക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ പോക്കുന്നത് ക്രയോൺ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ക്രയോണൊക്കെ വെച്ചിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ അത് പോക്കിയെടുക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷേ ഈ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ക്രയോണോട് വരച്ചതൊക്കെ പെട്ടെന്ന് തന്നെ പോക്കിയെടുക്കാം. ഇനി ഒരു നനഞ്ഞ ഒരു തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ഓരോന്നും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പോക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ സ്കെച്ച് പെന്ന് വെച്ചിട്ട് വരച്ചിട്ടുള്ളതും വളരെ പെട്ടെന്ന് തന്നെ പോക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കളർ പെൻസിൽ വെച്ചിട്ട് വരച്ചിട്ടുള്ളതാണ്. അതും ഇതേപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ കളയുന്നത് പെൻസിൽ വെച്ചിട്ട് വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ പെൻസിൽ വെച്ചിട്ട് വരച്ചിട്ടുള്ളത് നമുക്ക് കോൾഗേറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് തന്നെ പോക്കാൻ കഴിയും. അപ്പോൾ അടുത്തതായിട്ട് പോക്കുന്നത് പെന്ന് വെച്ചിട്ട് വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ചിട്ട് പോക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഇത് ഉരയ്ക്കുന്നതൊക്കെ ഇതേപോലെ സ്പീഡ് കൂട്ടാതെ തന്നെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ എത്ര സമയം എടുത്തിട്ടാണ് ഇത് ഉരച്ച് പോക്കുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് സ്പീഡ് കൂട്ടാതെ തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പെൻസിലും ക്രയോണും സ്കെച്ച് പെന്നും കളർ പെൻസിലും ഒക്കെ വെച്ചിട്ട് വരച്ചിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ പോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേസ്റ്റ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചുമരുകളൊക്കെ ക്ലീൻ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഉരച്ച് കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ തന്നെ പോക്കിയെടുക്കാൻ കഴിയും. പക്ഷേ ഇതേപോലെ പരത്തി വരച്ചിട്ടുള്ളതൊക്കെ നമുക്ക് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്.
അപ്പോൾ ഇതേപോലെ പരത്തി വരച്ച സ്ഥലമാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു പാത്രം കഴുകുന്ന ഒരു സ്ക്രബ്ബറിൽ ഈ ഒരു പേസ്റ്റ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചുമരുകളൊക്കെ ക്ലീൻ ആക്കി എടുക്കാൻ കഴിയും. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഇതേപോലെ ചുമരിൽ വരയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതേപോലെ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.